ജയം ഉറപ്പിച്ചാണ് ബി.ജെ.പി. ഇക്കുറി അംഗത്തിന് ഇറങ്ങുന്നത്. 35 സീറ്റുകളിൽ ജയിക്കുമെന്നാണ് അവരുടെ പ്രാഥമികമായ കണക്ക്. കെ സുരേന്ദ്രൻ ഇക്കാര്യം വളരെ മുമ്പേ പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളം ഇക്കുറി കെ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ചില കണക്കുകളും സർവേകളും സൂചിപ്പിക്കുന്നത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 765 വോട്ടുകൾക്കാണ് തോറ്റുപോയത്. ഇക്കുറി ആ വോട്ട് കവർ ചെയ്ത് ബി.ജെ.പി. വിജയിക്കും, മഞ്ചേശ്വരം കെ സുരേന്ദ്രന് കൊടുക്കും ജനങ്ങൾ എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നാണ് വാർത്ത ഈ സർവേകളിൽ നിന്നും കണക്ക് കൂട്ടലുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇങ്ങോട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ മഞ്ചേശ്വരം ഒഴികെ മറ്റ് ഒരിടത്തും തന്നെ താമര തളർക്കാനോ വിരിയാനോ ഒന്നും പോകുന്നില്ല എന്നാണ് കണക്കുകൾ. ഈ അവസരത്തിൽ രാജീവ് ചന്ദ്രശേഖർജി നേമത്ത് മുടക്കുന്ന മുതൽ മുടക്ക്, കാശായും അല്ലാതെയും ഒക്കെ കൊടുക്കുന്ന വാഗ്ദാന പെരുമഴയൊക്കെ ഒന്നും വെറും വേസ്റ്റ് ആണ് എന്ന് തെളിയുന്ന സാഹചര്യത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കും. അപ്പോ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും സീറ്റ് കൊടുക്കണമല്ലോ. ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയും കെ സുരേന്ദ്രനെതിരെയാണെങ്കിലും ബി.ജെ.പിയുടെ നല്ല ശബ്ദമായി എവിടെ മത്സരിച്ചാലും ഒരു 5000 വോട്ടെങ്കിലും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുന്ന നേതാവെന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതാ നേതാവാണ്. ബി.ജെ.പിയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ചിലപ്പോൾ അവരെ തള്ളി പറഞ്ഞേക്കാം. പക്ഷേ അവരെ നാട് അംഗീകരിക്കുന്ന ഒരു വനിതാ നേതാവായിരുന്നു. ഇപ്പൊ പക്ഷേ ശബ്ദവും ഒച്ചയും അനക്കവും ഒന്നുമില്ല. അങ്ങനെ ശോഭാ സുരേന്ദ്രനെയും എവിടെയെങ്കിലും നിർത്തി വിജയിപ്പിക്കണമല്ലോ. വിജയസാധ്യതയുള്ള സീറ്റ് ശോഭാ സുരേന്ദ്രനും കൊടുക്കണമല്ലോ. കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരം, ഇവിടെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ, നേമത്ത് ഇദ്ദേഹം വരുന്നു, രാജീവ് ചന്ദ്രശേഖർജി വരുന്നു. ശോഭാ സുരേന്ദ്രന് തൃശ്ശൂരോ പാലക്കാടോ കൊടുക്കണം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് കൊടുക്കണം. അങ്ങനെ ചർച്ച വന്നു കോർ കമ്മിറ്റിയിൽ. പാലക്കാട് കൊടുക്കാമെന്ന് ഏകദേശ ധാരണയായപ്പോ അടിപിടിയായി കോർ കമ്മിറ്റിയിൽ എന്നാണ് അറിയുന്നത്. കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കില്ല എന്ന ഒറ്റ ശപഥമെടുത്തതുപോലെയാണ് ബി.ജെ.പിക്കാർ നേതാക്കൾ എതിർത്തത്. അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. പ്രശാന്തിന് വേണം സീറ്റ് കൊടുക്കാൻ. സ്വന്തം നാട് സ്വന്തം മണ്ഡലം, അവിടെ കൊടിപിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന്റെ അടിയേൽക്കുകയും ചെയ്ത പ്രശാന്തിനെ പോലെ കഴിവുള്ള മിടുക്കനായ ഒരാളല്ലാതെ സ്ഥാനാർത്ഥിയായാൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെയും സ്ഥാപിത താല്പര്യക്കാരെയും അവിടെ കൊണ്ടു നിർത്തി മത്സരിപ്പിക്കാനാണ് ശ്രമിക്കുകയെങ്കിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് നേതാക്കൾ കോർ കമ്മിറ്റിയിൽ പറഞ്ഞത്. അങ്ങനെ ശോഭാ സുരേന്ദ്രന് പാലക്കാട് സ്വപ്നം വിഫലമായി. പാലക്കാട് നിന്ന് ജയിക്കുക, നിയമസഭയിലെത്തുക എന്ന ഒരു ആഗ്രഹം ശോഭയ്ക്കുണ്ടെങ്കിൽ ആ ആഗ്രഹം വിഫലമായി പോയി, സ്വപ്നം സഫലമാകാതെ പോയി. ഇനി ആലപ്പുഴ ജില്ലയിലും അവർക്ക് വേരോട്ടമുണ്ട്. തൃശ്ശൂർ അവരുടെ നഗരമാണ്, അവിടെയും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ എങ്ങും അടുപ്പിക്കുന്നില്ല. അവിടെയൊക്കെയും ഇതേ അവസ്ഥ തന്നെ. അവിടെയുള്ള നേതാക്കൾക്ക് ആ സീറ്റ് കൊടുക്കുക. ഇനിയുള്ളത് ഏക ആശ്വാസം ശോഭാ സുരേന്ദ്രന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് ഒരു വലിയ പാരയുണ്ട്. അവിടെ ഒരു മുൻ IPS ഓഫീസർ ആ ശ്രീലേഖ പറയുന്നത് അവരെ മേയറാക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. മേയറാക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് അവരെ വാർഡ് കൗൺസിലറായി മത്സരിപ്പിച്ചതും ശാസ്തമംഗലത്ത് വിജയിച്ചതും. ശാസ്തമംഗലത്ത് വിജയിച്ച് ബി.ജെ.പിയുടെ വരവറിയിച്ച് VK പ്രശാന്തിനെ അയാളുടെ ഓഫീസിൽ നിന്ന് തന്നെ ആട്ടിപ്പുറത്താക്കി. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് തന്നെ VK പ്രശാന്തിനെ ആട്ടി ഓടിക്കുവാൻ അവർക്ക് കഴിവുണ്ട് എന്ന് വാദിക്കുന്ന വ്യക്തിയാണ് IPS ഓഫീസറായിരുന്ന ആർ ശ്രീലേഖ. അതുകൊണ്ട് VK പ്രശാന്തിനെ തോൽപ്പിക്കണമെങ്കിൽ ആ ശ്രീലേഖ തന്നെ അവിടെ നിൽക്കണമെന്ന ഒരു വാദം ബി.ജെ.പിയുടെ അകത്തളങ്ങളിലുണ്ട്. പക്ഷേ ബി.ജെ.പിക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുകയും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന യാത്രയിൽ പോലും ഒപ്പം വരാതിരിക്കുകയും VV രാജേഷിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ഇറങ്ങിപ്പോവുകയും അതുപോലെ ഗവർണർ കൊടുത്ത ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ആ ശ്രീലേഖയെ ഞങ്ങൾക്ക് വേണ്ട എന്ന വട്ടിയൂർക്കാവും ശാസ്തമംഗലവും ഒരേ ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. ശാസ്തമംഗലം വാർഡ് കൗൺസിലറാണ്. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് ഈ ആ ശ്രീലേഖ വേണ്ട എന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഇനി പിന്നെ ആറ്റിങ്ങലിൽ കൊണ്ട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാമെന്ന് നോക്കിയാൽ അവിടെ രക്ഷയില്ല. കഴക്കൂട്ടത്ത് വി മുരളീധരനുണ്ട്. എന്തു പറഞ്ഞെങ്കിലും വട്ടിയൂർക്കാവുകാരെ സമ്മതിപ്പിക്കുക, വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനെ കുടിയിരുത്തുക എന്നാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലൈൻ. ഏതായാലും ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മത്സരിച്ചാലും പാലക്കാട് മത്സരിച്ചാലും കായംകുളത്തോ ആലപ്പുഴയിലോ ഇനിയിപ്പോ ആറ്റിങ്ങലോ എവിടെ മത്സരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എവിടെയെങ്കിലും ഒരു സീറ്റ് വേണം, താൻ ഇലക്ഷന് മത്സരിക്കണം, തനിക്ക് മത്സരിച്ച് തന്റെ കഴിവ് തെളിയിക്കണം എന്ന ഒരാഗ്രഹമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് സീറ്റ് ലഭിക്കാതെ വന്നാൽ അത് നഷ്ടമാകുന്നത് ശോഭയുടെ ക്രെഡിബിലിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുമാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന ബി.ജെ.പി നേതാവ് അപ്രത്യക്ഷമായി പോകും.
മറ്റൊന്നുമല്ല, അവരിപ്പോൾ തന്നെ വോയിസ്ലെസ് നേതാവായി മാറിക്കഴിഞ്ഞു, ശബ്ദമില്ലാത്ത നേതാവായി മാറിക്കഴിഞ്ഞു. ഏതായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനെ അടുപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് പാലക്കാട് ജില്ലാ നേതൃത്വം. ഇനി കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് തന്നെ അവർക്ക് എതിർപ്പാണ്. കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാർ കൊടികുത്തി വാഴുന്ന കണ്ണൂരിൽ, അവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ല കോൺഗ്രസുകാർക്കും അത്യാവശ്യം വേരോട്ടവും അത്യാവശ്യം നല്ല ശക്തമായ മണ്ഡലമാണ് കണ്ണൂർ. അവിടെ 4 സീറ്റ്, നഗരസഭയിൽ 4 സീറ്റുകൾ BJP പിടിച്ചു. മലപ്പുറത്ത് എടപ്പാളിൽ 5 സീറ്റ് പിടിച്ചു. അപ്പോ അവിടത്തെ ഉള്ള ജനപ്രതിനിധികളെ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോ ഒപ്പം കൂട്ടിയില്ല. തിരുവനന്തപുരത്ത് 50 പേരാണ് അങ്ങോട്ട് പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് പാട്ടൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടിയാണ് പാർട്ടി ഭരിക്കുന്നതെങ്കിലും പാട്ടൂർ രാധാകൃഷ്ണനെയും തഴഞ്ഞു. മുന്നണിക്കാരൊന്നും വേണ്ട, അല്ലാതെ തന്നെ പോകാമെന്ന് പറഞ്ഞു പോയതാണ്. സ്വന്തം പാർട്ടിക്കാരെയും തഴഞ്ഞു, കണ്ണൂരുകാരെയും മലപ്പുറംകാരെയും തഴഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും ശോഭാ സുരേന്ദ്രനൊന്നും അടുപ്പിക്കില്ല. അവിടെയൊക്കെ ആ ജില്ലയിലെ നേതാക്കൾ തന്നെ മത്സരിക്കണമെന്ന വലിയ ശക്തമായ വാദം നിലനിൽക്കുന്നുണ്ട്. ഒടുവിൽ ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കുകയാണെങ്കിൽ കൊള്ളാമായിരിക്കും എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്നാണ് BJPയുടെ അകത്തളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം.